പീസ് ആൻഡ് ജോയ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ? എത്ര സഹോദരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു? പീക്കായ്ക്കും പീറ്റർ ബെർണദോനും 7 മക്കളുണ്ടായിരുന്നു എന്ന് പല രേഖകളിലും കാണുവാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ച് സ്ഥിരീകരണങ്ങളില്ല. കാരണം വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ പേര് മാത്രമാണ് നമുക്ക് ലഭിക്കുക. അത് ആഞ്ചലോയുടേതാണ്. ആഞ്ചലോ ഫ്രാൻസിസിൻ്റെ എതിർ ചിന്താഗതിയും ഫ്രാൻസിസിന് വിപരീതമായൊരു സ്വഭാവ രീതിയും ഉള്ള വ്യക്തിയായതുകൊണ്ടാവാം ആഞ്ചലോയുടെ പേര് മാത്രം രേഖപ്പെടുത്തപ്പെട്ടത്. എന്നാൽ പിൽക്കാലത്ത് ഉള്ള ഫ്രാൻസിസ്കൻ ചരിത്രത്തിലൊക്കെ ഫ്രാൻസിസിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചിലർ ഫ്രാൻസിസ്കൻ സഭയിൽ അംഗങ്ങളായി തീർന്നതും ഒക്കെ നമുക്ക് ചരിത്രപരമായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. 7 മക്കളുണ്ടായിരുന്നു എന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. ഫ്രാൻസിസ് കടിഞ്ഞൂൽ പുത്രനായിരുന്നു എന്നുള്ള പാരമ്പര്യമുണ്ട്. ആഞ്ചലോ സഹോദരനായിരുന്നു എന്നുള്ള പാരമ്പര്യമുണ്ട്. ഇതൊക്കെയാണ് നമുക്കിന്ന് ഫ്രാൻസിസിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വീണ്ടും അസീസിലെ ഫ്രാൻസിസിൻ്റെ യൗവന കാലഘട്ടം അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതമായിരുന്നോ നയിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പല തർക്കങ്ങളുമുണ്ട്. എന്നാൽ ആദ്യത്തെ ജീവചരിത്രകാരനായ തോമസ് ഓഫ് സെലാനോ രേഖപ്പെടുത്തുക, ഫ്രാൻസിസ് യുവത്വത്തിൻ്റെതായ എല്ലാ ലഹരികളിലും വ്യാപൃതനായിരുന്നു. യുവത്വത്തിൻ്റെതായ എല്ലാ പാപ വഴികളിലും ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ യൗവനത്തിലെ എല്ലാ മ്ലേച്ഛതകളിലും ഫ്രാൻസിസ് വ്യാപരിച്ച് ഒരു പാപകരമായ ജീവിതമാണ് ഫ്രാൻസിസ് നയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാപകരമായ ജീവിതം എത്ര ഹീനമായിരുന്നോ അതിൽ അതിശയിപ്പിക്കുന്ന അതിനേക്കാൾ തീവ്രതയാർന്നതായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്ന ആത്മീയ ഔന്നത്യം എന്ന് പറയുക. ഇത് തോമസ് ഓഫ് സെലാനോ എഴുതുമ്പോൾ ഗ്രിഗറി 9 പാപ്പയാണ് ആ പുസ്തകത്തിന് അംഗീകാരം നൽകുക. ഗ്രിഗറി 9 മാർപ്പാപ്പ ഫ്രാൻസിസിന്റെ സുഹൃത്തായിരുന്നിട്ടും ഈ പുസ്തകം അംഗീകരിച്ചുവെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസിനൊപ്പം ജീവിച്ചിരുന്ന സഹോദരങ്ങൾ, ആ ചുറ്റുപാടുകളിൽ നിന്ന് സഭയിൽ ചേർന്നവരൊക്കെ അതിനെ അംഗീകരിച്ചുവെങ്കിൽ ഇത് ശരിയായൊരു വസ്തുതയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ 1238 ഗ്രിഗറി 9 പാപ്പ പറയുന്നുണ്ട്, ഫ്രാൻസിസ് ഒരു മഹാപാപിയായിരുന്നുവെങ്കിലും മാനസാന്തര ജീവിതത്തിന് ശേഷം അദ്ദേഹം വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെ കർദിനാൾ യൗദസ് ഷറ്റേരോ 1250 പറയുന്നുണ്ട്, ഫ്രാൻസിസ് പാപകരമായൊരു ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ആ പാപകരമായ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മാനസാന്തരത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ 1250-60 കാലഘട്ടങ്ങളിൽ വിശുദ്ധ ബൊനവെഞ്ചർ സഭയുടെ ഒരു ജനറലായിരുന്നു. അതുപോലെ തന്നെ കർദിനാളായിരുന്നു. വേദപാരംഗതൻ എന്ന രീതിയിൽ പാണ്ഡിത്യം നേടിയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധ ബൊനവെഞ്ചർ ഫ്രാൻസിസിനെ കുറിച്ച് എഴുതിയതിന് ശേഷം ഈ ചിന്താഗതിക്ക് അല്പം മാറ്റം സംഭവിച്ചു. അതിങ്ങനെയാണ്, ഫ്രാൻസിസ് എല്ലാവിധ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെയൊക്കെ തീവ്രതയിലേക്ക് പ്രവേശിക്കാതെ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നുള്ള ഒരു വാദഗതിയാണ് വിശുദ്ധ ബൊനവെഞ്ചറിനെ പോലെയുള്ളവരെ കൊണ്ടുവരിക. എന്നാൽ നമുക്കറിയാം, ഫ്രാൻസിസ് പാപകരമായ ജീവിതത്തിലായിരുന്നു എന്നുള്ളതിനെ കഴിഞ്ഞു അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ച ദൈവകൃപയോടുള്ള സഹകരണവും ദൈവകൃപയിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ച വിശുദ്ധിയുടെ ഔന്നത്യവും വലിയ പ്രത്യാശ ഇന്നത്തെ സമൂഹത്തിന് നൽകുന്നുണ്ട്. ഏറ്റവും ഹീനമായ പാപകരമായ അവസ്ഥയിലായിരുന്നു ഫ്രാൻസിസ് എങ്കിലും ആ പാപകരമായ അവസ്ഥകളിലൊക്കെ വീണുവെങ്കിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം, ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുക? ഫ്രാൻസിസ് എപ്പോഴും പറഞ്ഞത്, ഞാൻ പരിഹാരം ചെയ്യുന്ന ഒരു പാപിയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസിന്റെ എല്ലാ പാപവും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കലും ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ഫ്രാൻസിസ് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ സൂചിപ്പിക്കുക ഫ്രാൻസിസിന്റെ ഭൂതകാലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫ്രാൻസിസിന് എത്തിച്ചേരാൻ സാധിച്ച വിശുദ്ധിയുടെ ഔന്നത്യം നമുക്ക് സാധ്യമാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ പാപകരമായ അവസ്ഥയുടെ ആഴമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ എത്രമാത്രം ഞാൻ ബലഹീനനാണോ എന്നുള്ളതല്ല, കർത്താവിൻ്റെ കൃപയോട് എത്രമാത്രം എനിക്ക് സഹകരിക്കാൻ പറ്റുന്നു, ദൈവഹിതത്തിന് എത്രമാത്രം എനിക്ക് ആമേൻ പറയാൻ പറ്റുന്നു, ആ ആമേൻ അല്ലെങ്കിൽ ആ ദൈവത്തിലുള്ള ആശ്രയബോധം, ശരണപ്പെടുന്ന മനോഭാവം എന്നെ എത്തിക്കുന്നത് അസീസിലെ ഫ്രാൻസിസ് ആർജിച്ചെടുത്ത അല്ലെങ്കിൽ എത്തിച്ചേർന്ന ആ വിശുദ്ധിയുടെ ഔന്നത്യമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപിയായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് പാപിയായിരുന്ന ഫ്രാൻസിസ് എത്തിച്ചേർന്ന വിശുദ്ധ ജീവിതമാണ് നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ചരിത്രത്തെ ചരിത്രമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്വീകരിക്കാം. ആ വിശുദ്ധിയിലേക്കുള്ള തീക്ഷ്ണമായ ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും